സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബികളും ആ സ്വഹാബികൾ പഠിപ്പിച്ചത് നന്നായി ഗ്രഹിച്ച് ലോകത്ത് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്ന ഇമാമുകളും അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും, അതാണ് സുന്നത്ത് ജമാഅത്ത്. ഏത് കക്ഷികൾ വന്നാലും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും പഠിപ്പിച്ചതുപോലെ ഇവിടെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും എന്നത് നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയക്സുറുൽ ജഹ്ലു, അന്ത്യനാളാകുമ്പോൾ വിവരക്കേട് വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അറിവുകേട് വർദ്ധിക്കും. ആ സമയത്തുള്ള അവസ്ഥ എന്താണ്? യുഖ്ബലുൽ ഇൽമു ബിഖബ്ദിൽ ഉലമാ, ആലിമീങ്ങളെയൊക്കെ അല്ലാഹു തആല പിടിച്ചെടുത്ത് ആലിമീങ്ങൾ മരണപ്പെട്ടു പോകുന്നതിനാൽ ഈ ലോകത്ത് ഇമാമിങ്ങളും ആലിമീങ്ങളും ഇല്ലാത്ത ഒരു കാലം. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരൊറ്റ മുജ്തഹിദായ ആലിമും ഒരൊറ്റ മഹാനായ ഇമാമും ഇല്ലാത്ത കാലം വരും. ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക? ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ, പല ജനങ്ങളും വിവരമില്ലാത്ത കക്ഷികളെ നേതാക്കന്മാരായി അവരോധിക്കും. ഫസുഇലു, എന്നിട്ട് ആ വിവരമില്ലാത്ത കക്ഷികളോട് പലരും ചോദിക്കപ്പെടും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അങ്ങനെ അറിവില്ലാത്ത നിലക്ക് പലതും അവർ മറുപടി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഫവല്ലൂ വഅവല്ലൂ, അങ്ങനെ അവർ പിഴച്ചുപോയി, അവർ ധാരാളം ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ കാണാം, യഖ്റുജു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ പുറപ്പെടുന്നതാണ് ഖൗമുൻ, ഒരു വിഭാഗം, തഹ്തിറൂന സലാതകും മാ സലാത്തിഹിം, നിങ്ങളെ നിസ്കാരവും അവരെ നിസ്കാരവും തമ്മിൽ നിങ്ങൾ തുലനം ചെയ്ത് നോക്കിയാൽ നമ്മൾ കാണുമ്പോ ബാഹ്യമായ കാഴ്ചയിൽ നിങ്ങൾ നിസ്കാരം അവരെ നിസ്കാരത്തിന്റെ കൂടെ നിങ്ങളെ നിസ്കാരം നിസ്സാരമായി നിങ്ങൾക്ക് തോന്നും. അതേ സമയത്ത് യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ സംസാരിക്കും. ലാ യുജാവിസു ഹുലൂഖഹും ഔ ഹനാജിറഹും, അവരെ ഖുർആനോത്ത് അവരെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുന്നില്ല. യംറുഖൂന മിനദ്ദീൻ, അവര് ദീനിൽ നിന്ന് ചാടിപ്പോവുകയാണ് കേട്ടോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന 6931 നമ്പർ ഹദീസാണ്. സഹോദരന്മാരെ ചിന്തിക്കണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു വിഭാഗം, ഖുർആനോദി പ്രസംഗിക്കുന്ന വിഭാഗമാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിച്ച ഹദീസിന്റെ നേരെ മേലെ കാണാം നിങ്ങൾക്ക് ബുഖാരിയിൽ എന്താ ഉള്ളത്? വകാന ഇബ്നു ഉമർ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യറാഹും സിറാറ ഖൽഖില്ലാഹ്, ഈ പുത്തൻവാദികളെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും നാശം പിടിച്ചവരായി മനസ്സിലാക്കിയിരുന്നു. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശർറുള്ള കക്ഷികളെന്നാണ് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് വിധിച്ചത്. എന്താണ് അവർക്കുള്ള കുഴപ്പം? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. വഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി,
അതാ മക്കയിലുള്ള മുശ്രിക്കീങ്ങളായ, അതെ അവിടെയുള്ള അവിശ്വാസികളായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് തുടങ്ങിയ കക്ഷികൾക്ക് അവരുടെ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ടും അവരുടെ ആചാരങ്ങളെ നിഷേധിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ധാരാളം ആയത്തുകളുണ്ടല്ലോ, ആ ആയത്തുകളിലേക്ക് ഇവർ കടന്നു ചെന്നു. എന്നിട്ടോ നസലത്ത് ഫിൽ കുഫാരി, ആ അവിശ്വാസികളിൽ അവതരിച്ച ആയത്തുകൾ ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, ആ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്തിലൊക്കെ പറയുന്നതെന്ന് അവര് പ്രചരിപ്പിച്ചു. അങ്ങനെ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്തുകൾ മുഅ്മിനീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി മുഅ്മിനീങ്ങളെ ശിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കീകളുമാക്കി അവർ ചിത്രീകരിച്ചു. അതാണ് ആ പുത്തൻവാദികൾ ചെയ്തിട്ടുള്ളത്. അവർ ഖുർആൻ ഓതിയിട്ടാണ് സംസാരിക്കുന്നത്. ആ കക്ഷികളാണ് ലോകത്ത് ഏറ്റവും ദീനുൽ ഇസ്ലാമിന് നാശമുള്ള കക്ഷികളെന്ന് ബഹുമാനപ്പെട്ട സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. ഈ നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസിന്റെ നേരെ മേലെ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അവര് സജീവമായി രംഗത്ത് വന്നത്. ആ വന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കക്ഷികളോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. വലിയ സംവാദം നടന്നു, വാദപ്രതിവാദം നടന്നു. നമ്മൾ ഇവിടെയും തുടക്കം മുതലേ പറഞ്ഞതാണല്ലോ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ആളുകൾക്ക് മുഴുവനും ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ തർക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഒരു സംവാദം നടത്തുന്നതിൽ നമ്മളെന്നും റെഡിയാണല്ലോ. തുടക്കം മുതലേ പറഞ്ഞതാണല്ലോ. പക്ഷേ മറുഭാഗം അതിന് തയ്യാറാകുന്നത് കാണുന്നില്ലല്ലോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സംവാദം നടന്നപ്പോൾ ധാരാളം ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വന്നു. എന്നാലും കുറെ കക്ഷികൾ പിന്നെയും അതിൽ തന്നെ ബാക്കിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ സംവാദം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചരിത്രം. പിന്നീട് പിന്നെയും പല പേരുകളിലായി, പല പുത്തൻ പ്രസ്ഥാനങ്ങളായി ഇവിടെ പുത്തൻ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വളരുകയും തളരുകയും വളരുകയും തളരുകയുമായി നടന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞു വന്നത്, സഹാബത്തിന്റെ കാലത്തും പുത്തൻവാദികൾ സജീവമായി പ്രവർത്തിച്ചു. അതിന്റെ ശേഷം ഇമാമിങ്ങളെ കാലത്ത് അവര് സജീവമായി പ്രവർത്തിച്ച കാരണം കൊണ്ടും അതുപോലെ ഭരണാധികാരികളെ സ്വാധീനിച്ചതിന്റെ കാരണം കൊണ്ടും മഹാനായ സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് അതാ മദ്ഹബിന്റെ ഇമാമായ 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ പുത്തൻവാദികളുടെ സ്വാധീനം കൊണ്ട് ജയിലിലിട്ടിട്ട് അടിച്ച് 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 അവിടുത്തെ പരിക്കേൽപ്പിച്ച് രക്തം പൊട്ടി ഒലിപ്പിച്ചു. എത്രയോ ആലിമീങ്ങളെ കൊന്നുകളഞ്ഞു. ചരിത്രമല്ലേ? നിങ്ങൾ ഓർക്കണം, അന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആ കക്ഷികൾക്ക് മറുപടി പറയാനും അവരെ എതിർക്കാനും കഴിവുള്ള പണ്ഡിതന്മാരില്ലാഞ്ഞിട്ടല്ലോ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉള്ള കാലമാണല്ലോ. അവരല്ലേ ദീൻ പ്രചരിപ്പിക്കുന്നത്, അവരല്ലേ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ടും അവർ തടിച്ചു കൊഴുത്തല്ലോ, അവര് ജോറായി പ്രവർത്തിച്ചല്ലോ. മദ്ഹബിന്റെ ഇമാമിങ്ങളെ തന്നെ അവര് കൊണ്ടുപോയി തല്ലിയല്ലോ, വേദനിപ്പിച്ചല്ലോ, ജയിലിലിട്ടല്ലോ, ചിലരെ തലവെട്ടി കൊന്നുകളഞ്ഞല്ലോ. ഇത് ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ തന്നെ നടന്ന സംഭവങ്ങളല്ലേ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാർ ഓർക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സഹാബത്തിന്റെ കാലം മുതലേ സജീവമായി രംഗത്തുണ്ട്. പണ്ഡിതന്മാർ അവർക്കെതിരെയും രംഗത്തുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഖദറിനനുസരിച്ച് നടക്കേണ്ടതൊക്കെ നടക്കുന്നു, നടക്കുന്നതൊക്കെ നടക്കുന്നു. ഈമാനിന്റെയും ഹിദായത്തിന്റെയും വെളിച്ചം കിട്ടിയവർ ഭാഗ്യവാന്മാര് തന്നെ. വെളിച്ചം നഷ്ടപ്പെട്ടു പോയവർ ഇരുട്ടിൽ കുടുങ്ങിയത് തന്നെ. ലാഭവും നഷ്ടവും അവനവന്റെ ആഖിറത്തിനാണ് കേട്ടോ.
അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു, പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരോട് പറയുന്നു, നിങ്ങൾ നന്നായി ഓർക്കണം. ഒരാളങ്ങ് സുന്നിയല്ലാതെ ആയാൽ അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഇവിടെ ഒന്നും വരാനില്ല. ഒരാളങ്ങ് സുന്നി ആയതുകൊണ്ടോ അവർക്ക് പ്രത്യേകം ദുന്യാവിലൊന്നും കിട്ടാനുമില്ല. അതേസമയം അവനവന്റെ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോയാൽ, അവനവൻ മരിക്കുന്ന സമയത്ത് ഈമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് പരിഹരിക്കാൻ പിന്നെ കഴിയില്ല കേട്ടോ. അതൊരു കച്ചവടമല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം പോലെ അല്ല. അതാ ജയിക്കുന്നില്ലെങ്കിൽ പാർട്ടി മാറാൻ കഴിയുന്ന കാര്യമല്ല. മരിക്കുന്നതോടുകൂടെയാണ് മനുഷ്യന്റെ വിജയവും പരാജയവും ബോധ്യപ്പെടുന്ന സമയം കേട്ടോ. അതുകൊണ്ട് അവനവന്റെ ഈമാനിന്റെ കാര്യമാണ്, അവനവന്റെ ആഖിറത്തിന്റെ കാര്യമാണ് എന്ന നിലക്കായിരിക്കണം നിങ്ങൾ ഏത് കാര്യം ചിന്തിക്കുമ്പോഴും, ഏത് കാര്യം കേൾക്കുമ്പോഴും, ഏത് വിഷയത്തിൽ പ്രവേശിക്കുമ്പോഴും എന്റെ ഈമാനിന്റെ കാര്യമാണ്, എന്റെ ആഖിറത്തിന്റെ കാര്യമാണ്, ഇത് പിന്നെ പരിഹരിക്കാൻ സാധ്യമല്ല എന്ന ചിന്തയോടുകൂടി അല്ലാതെ നമ്മൾ ഒരു വിഷയത്തെയും സമീപിക്കരുത് കേട്ടോ. അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് ഞങ്ങളെ കർത്തവ്യം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ മനസ്സിലാക്കിയതും വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അതിനാരിഷ്ടപ്പെടുന്നുവെന്നോ ഇഷ്ടപ്പെടുന്നില്ലെന്നോ ഞങ്ങളത് നോക്കിയിട്ടില്ല, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലാതെ ഞങ്ങൾ നോക്കിയിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിൽ സംശയമില്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ട അമലാക്കണേ റഹ്മാനേ. നീ തന്ന നാവ് കൊണ്ട് നീ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു, അങ്ങനെ വരുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ്? മറ്റൊരു ഹദീസിൽ വിവരിക്കുന്നു, യഖൂലൂന മാ ലാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്, കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതേ, നിങ്ങൾക്കറിയില്ലേ, സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയി ജുമായിൽ പങ്കെടുപ്പിക്കണമെന്ന് ഒരു കൽപ്പന ഇല്ലല്ലോ, പക്ഷെ അതവർ ചെയ്തേ അവർക്ക് പറ്റൂ. അതേ, യഫ്അലൂന മാ ലാ യുഅ്മറൂൻ യഖൂലൂന മാ ലാ യഫ്അലൂൻ, പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. ചിലപ്പോ പറയും ഞങ്ങൾ ഇമാമിങ്ങൾക്കെതിരല്ല എന്ന് പറയും, ചിലപ്പോ പറയും ഞങ്ങൾ ഔലിയാക്കൾക്കെതിരല്ല എന്ന് പറയും, ചിലപ്പം പറയും സിയാറത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് പറയും, ഞങ്ങൾ ദിക്റിനും സലാത്തിനും എതിരല്ല എന്ന് പറയും, ചിലപ്പം പറയും ഞങ്ങൾ ഖുർആനാണ് പറയുന്നത് എന്ന് പറയും. പക്ഷേ അതൊന്നും അല്ല. യഖൂലൂന മാ ലാ യഫ്അലൂന, അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. അതേ, വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾ